സംസ്ഥാനത്ത് ചൂട് കൂടുന്നുണ്ടല്ലേ? ചൂട് കൂടുന്നതിനിടയിൽ ആശ്വാസമായി വേനൽ മഴ എത്തുന്നു എന്നൊരു സന്തോഷ വാർത്ത വരുന്നു. മറ്റന്നാൾ മുതൽ വിവിധയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉച്ചയ്ക്ക് ശേഷം പുലർച്ചെ വരെയുള്ള സമയങ്ങളിലായും മഴ ലഭിക്കുക. നിലവിൽ 10 ജില്ലകളിൽ ഉയർന്ന താപനില കണക്കിലെടുത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുൺ സോളമനുണ്ട് ഈ സന്തോഷ വാർത്തയുമായി. അരുൺ, കടുത്ത വേനലാണ്, ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, പൊള്ളുന്ന അവസ്ഥയാണ്, വെയിലിലൊന്നും നിൽക്കാൻ പറ്റൂല. അൾട്രാവയലറ്റ് രശ്മിയാണെങ്കിൽ താണ്ഡവമാടുകയാണ് 10 മണി മുതൽ 4 മണി വരെ. ഈ കടുത്ത വേനലിന് അല്പം ആശ്വാസമുണ്ടാവും, വേനൽ മഴ കനക്കും എന്നാണോ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? പറഞ്ഞു കൊതിപ്പിക്കുമോ? അരുൺ, നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. വരുന്ന 16-ാം തീയതിയും 17-ാം തീയതിയും സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം ഒരു നേരിയ മഴയാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ആ മഴ പുലർച്ചെ വരെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. നിലവിലുള്ള ഈ കനത്ത വേനൽ ചൂടിന് ഒരു ആശ്വാസം, ഒരു ചെറിയ ആശ്വാസം എന്തായാലും സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിലവിൽ ഇന്നിപ്പോൾ 10 ജില്ലകളിൽ കനത്ത ചൂട് തുടരുകയാണ്. താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിൽ തിരുവനന്തപുരം, ഇടുക്കി, വയനാട്, മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഇപ്പോൾ ഈ താപനില, ഉയർന്ന താപനില ഉള്ളത്. എന്തായാലും ഈ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസം കൂടി ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കാസർഗോഡ്, ആലപ്പുഴ, തൃശൂർ അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ വേലിയേറ്റത്തിന് സാധ്യതയുണ്ട്. 1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റ്, 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിന് പുറമെ തന്നെ ഇടിമിന്നലോടുകൂടിയുള്ള ഒരു മഴയ്ക്കാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്നവരും കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. താങ്ക് യു. അരുൺ സോളമനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.